നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും പറഞ്ഞു, ഭക്ഷണത്തിൽ അമിതവണ്ണം കുറയ്ക്കുവാനായി 10% എണ്ണ കുറയ്ക്കണമെന്ന്. ഞാനതിൽ പൂർണ്ണമായും യോജിക്കുന്നു. അതിലൂടെ അദ്ദേഹം വളരെ മൈൽഡ് പൊളൈറ്റ് വേയിൽ എല്ലാവർക്കും മെസ്സേജ് നൽകി. ഡീപ് ഫ്രൈഡ് എന്നതിനർത്ഥം വളരെ കൂടുതൽ ടെമ്പറേച്ചർ വരെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നീട് തണുപ്പിക്കുക, അതല്ലെങ്കിൽ വീണ്ടും അതേ ഓയിൽ ഉപയോഗിക്കുക. ആ ഡീപ് ഫ്രൈഡ് ഫുഡ്സ് ഹാനികരമാണ്. അതിൽ പലതരത്തിലുള്ള കാർബണിന്റെ ആറ്റം രൂപപ്പെടുന്നു. അത് ബാക്ടീരിയയ്ക്ക് ദോഷം ചെയ്യുന്നതോടൊപ്പം കാർസിയോജനിക് ആകാൻ ഇടയുണ്ട്. അതിനാൽ ഡീപ് ഫ്രൈഡ് ഒട്ടും തന്നെ നല്ലതല്ല. അതുമൂലം നിങ്ങളുടെ ഉള്ളിലെ ഫുഡ് പ്രോസസ്സിംഗ് ബാക്ടീരിയ തകരാറിലാകുന്നു. നല്ല ബാക്ടീരിയ എന്നതിനർത്ഥം സ്ട്രോങ് ആർമി രൂപീകരിക്കുവാൻ, അതായത് മരവും ദഹിക്കണം, കല്ലും ദഹിക്കണം. അത്തരം ദഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ, അതായത് പയർവർഗ്ഗങ്ങൾ, ബീൻസ്, നിങ്ങളുടെ സ്പ്രൗട്ട്സ്, ഇവ കൊണ്ട് നിങ്ങളുടെ ആ ബാക്ടീരിയകൾ ശക്തിശാലികളാകുന്നു. അത് ദീർഘായുസ് നൽകും, ക്യാൻസർ വരുവാൻ അനുവദിക്കില്ല. മാത്രമല്ല നിങ്ങളെ ഒരു തരത്തിൽ സന്തോഷത്തോടെ കാത്തുരക്ഷിക്കുകയും ചെയ്യും.